ഓൺലൈൻ തട്ടിപ്പ് കേസിൽ 3 പേരെ കണ്ണനല്ലൂർ പോലീസ് കാസർഗോഡ്, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസിന്റെ പേരിൽ 21 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിൽ 2 പേരും $US അയച്ചു തരാമെന്ന് പറഞ്ഞ് പരാതിക്കാരനിൽ നിന്ന് 71,000 രൂപ തട്ടിയെടുത്തയാളുമാണ് അറസ്റ്റിലായത്. അംഗീകൃത ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയാണെന്ന വ്യാജേന വാട്സാപ്പ് മെസ്സഞ്ചർ വഴി ചാറ്റ് ചെയ്താണ് കണ്ണനല്ലൂർ സ്വദേശിയായ പരാതിക്കാരനുമായി പ്രതികളായ കാസർഗോഡ് വിദ്യാനഗർ അഷറഫ് മൻസിലിൽ മുഹമ്മദ് അഷറഫ്, ഹമീദ് മുഹമ്മദ് അസറുദ്ദീൻ എന്നിവർ ചങ്ങാത്തത്തിലായത്. ഇവരെ കണ്ണനല്ലൂർ പോലീസ് കാസർഗോഡ് നിന്നുമാണ് പിടികൂടിയത്. ഈ കേസിൽ നേരത്തെ അജുമൽ സുഫൈൽ എന്നയാളെ പോലീസ് പിടികൂടിയിരുന്നു. നിക്ഷേപത്തിന് കൂടുതൽ ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരനെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയത്. വ്യാജ സൈറ്റുകൾ വഴിയുള്ള ചതിക്കുഴിയാണെന്നറിയാതെ പരാതിക്കാരൻ പല ഘട്ടങ്ങളിലായാണ് നിക്ഷേപം നടത്തിയത്. തുടർന്ന് പണം ലഭിക്കാതിരിക്കുകയും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത പരാതിക്കാരൻ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. വിവിധ കമ്പനികളുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിന് ഇന്ത്യൻ കറൻസിക്ക് ആനുപാതികമായി $US അയച്ചു നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരിൽ നിന്നും 71,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് മലപ്പുറം വളാഞ്ചേരിക്കുളത്ത് വീട്ടിൽ സുബിൻ അറസ്റ്റിലായത്. USDP ബൈ ആൻഡ് സെൽ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പരാതിക്കാരനെ ആഡ് ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. കണ്ണനല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഹുസൈൻ, വിഷ്ണുരാജ്, ഷാനവാസ്, പ്രജീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.